എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമൃദ്ധിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുവാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് 2026 ഈ വിഷു അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യമായി മാറുന്നത് എങ്ങനെയെന്നാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ വിഷുക്കാലം വരുന്നതോടെ ജീവിതത്തിലെ വലിയ ചില മാറ്റങ്ങളുടെ ഒരു തുടക്കമായാണ് അവർ വിഷുവിനെ വരവേൽക്കേണ്ടത്. അതായത് വളരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു പുനർജന്മം എന്ന് വേണമെങ്കിൽ ഈ ഒരു വിഷുവിനെ വിശേഷിപ്പിക്കാം. അത്തരത്തിൽ നോക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഈ വർഷം എന്തൊക്കെ മാറ്റങ്ങളാണ് കടന്നു വരുന്നത് എന്ന് വ്യക്തമായി തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിഷുവെന്നാൽ മലയാളിക്ക് വെറുമൊരു ആഘോഷം മാത്രമല്ല, അത് ഒട്ടനവധി പ്രതീക്ഷകളുടെ ഒരു തുടക്കമാണ്. നാം അധ്വാനിച്ച ഫലങ്ങളാണ് നമ്മൾ കണി കാണുന്നത്. സമ്പൽ സമൃദ്ധമായ ഒരു കണി കാണുന്നതിലൂടെ ആ വർഷം മുഴുവൻ അത്തരം ഐശ്വര്യവും സമൃദ്ധിയും നമ്മളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവും എന്നതാണ് വിശ്വാസം. ഓരോ വിഷുവും നമ്മുടെ മനസ്സിൽ ശുഭപ്രതീക്ഷകളുടെ വിത്ത് പാകിക്കൊണ്ടാണ് കടന്നു പോകുക. ചുരുക്കി പറഞ്ഞാൽ, വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ വർഷം മുഴുവൻ നിലനിൽക്കുന്നു എന്നതാണ് വിശ്വാസം. പണ്ടുകാലം മുതലേ വിഷുഫലം പറയുന്ന രീതി നിലവിലുണ്ടായിരുന്നു. വിഷുഫലം സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വർഷത്തെ ഗ്രഹങ്ങളുടെ ഗതികൾ അടിസ്ഥാനമാക്കിയാണ് വിഷുഫലം പ്രവചിക്കുക. അശ്വതി നക്ഷത്രം ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ ഒന്നാമത്തെ നക്ഷത്രമാണ്. മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർ ബുദ്ധിമാന്മാരും കഠിനാധ്വാനികളും ധൈര്യശാലികളും നേതൃത്വ ഗുണത്തോടു കൂടിയവരും ആയിരിക്കും. കുതിച്ചു പായുന്ന കുതിരയുടെ തലയുടെ ആകൃതിയിലാണ് അശ്വതി നക്ഷത്രത്തെ സങ്കല്പിച്ചിരിക്കുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഈ വിഷുക്കാലം ഇവർക്ക് സമ്മാനിക്കുന്നു. ഈ വിഷുക്കാലം ഇവർക്ക് നൽകുന്നത് പുതിയ അവസരങ്ങളും അംഗീകാരങ്ങളും തൊഴിലിലെ ഉയർച്ചയും അതോടൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്തങ്ങളുമാണ്. ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളിലും പെട്ട് നിരാലംബരായിരിക്കുന്നവർക്ക് ആശ്വസിക്കാവുന്ന ഒരു വർഷം കൂടിയാണിത്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ചില കഷ്ടതകളൊക്കെ അല്ലെങ്കിൽ ചില തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ തൊഴിൽ മേഖലയിലായാലും ജീവിതത്തിലായാലും ഉണ്ടാകാൻ പോകുന്ന ഉയർച്ചയുടെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ ഒരു മുന്നോടിയാണ് എന്ന് വേണം കരുതാൻ. 2026 അശ്വതി നക്ഷത്രക്കാർക്ക് ചില വെല്ലുവിളികൾ ഒക്കെ നേരിടേണ്ടി വരുമെങ്കിലും അവയെല്ലാം നിങ്ങളുടെ അനുഭവ സമ്പത്തിന് കരുത്തേകുന്നതാണ്. എങ്കിലും പല കാര്യങ്ങളും വളരെ വിവേകത്തോടു കൂടി വേണം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ എന്നതും ശ്രദ്ധയിൽ വെക്കുക. വളരെ ഉയർന്ന നിലയിലുള്ള ജോലികളും ഉത്തരവാദിത്വങ്ങളും നിങ്ങളെ തേടിയെത്താം. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു തൊഴിലോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു തൊഴിലോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലുമുള്ള കടുംപിടുത്തം അല്ലെങ്കിൽ പിടിവാശികളൊക്കെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കടുത്ത നിലപാടുകൾ ഒന്ന് മയപ്പെടുത്തേണ്ടതായോ വന്നേക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ വർഷം തന്നെയാണിത്. വർഷത്തിന്റെ ആദ്യപാദങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിട്ടാലും വിഷുക്കാലത്തോടുകൂടെ അത്തരം തടസ്സങ്ങളൊക്കെ നീങ്ങി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ഒരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ല സമയം തന്നെയാണ് വന്നു ചേരുക. വിട്ടുവീഴ്ച മനോഭാവവും നിങ്ങളുടെ വിജയത്തിന് ഏറെ അനിവാര്യമാണ് എന്ന കാര്യവും മനസ്സിൽ വെക്കുക. ഇനി വരുമാനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ജോലിയിലെ ഉയർച്ചയും അല്ലെങ്കിൽ ബിസിനസ്സിലെ ലാഭങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സമ്പത്തിൽ കാര്യമായ വർധനവ് ഉണ്ടാകുമെങ്കിലും അനാവശ്യ ചെലവുകളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അതായത് അത്യാവശ്യ കാര്യങ്ങൾക്കോ മറ്റ് അറ്റകുറ്റപ്പണികൾക്കോ ആയി വലിയൊരു തുക നീക്കി വെക്കേണ്ടതായും വന്നേക്കാം. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾക്ക് അല്ലെങ്കിൽ ഓഹരി വിപണി പോലുള്ള നിക്ഷേപങ്ങൾക്ക് ഈ വർഷം അത്ര അനുയോജ്യമായി കാണുന്നില്ല എന്നുകൂടി കരുതിയിരിക്കുക. അത്തരത്തിലുള്ളവർ കഴിയുമെങ്കിൽ സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിച്ചാൽ അവ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ലാഭം നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്. കൂടാതെ സാമ്പത്തിക ഇടപാടുകളിൽ ലോണൊക്കെ എടുക്കുന്നവർ വ്യക്തമായ ഉപദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം മാത്രം ഇത്തരം ബാധ്യതകൾ ഏറ്റെടുക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളും വാക്കുതർക്കങ്ങളുമൊക്കെ ഉണ്ടായേക്കാം. അത്തരം കാര്യങ്ങൾ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കാതെ പരസ്പര വിശ്വാസത്തോടു കൂടി പെരുമാറാൻ ശ്രമിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ വേണം ഈ ഒരു വർഷം നിങ്ങൾ വീക്ഷിക്കുവാൻ. കൂടാതെ കുടുംബത്തിൽ നിന്നുള്ള സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും അതിൽ നിന്നുള്ള ഓഹരിയും
ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് ഈ വർഷം ഉണ്ടാവുക. കൂടാതെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ തൊഴിൽ കാര്യത്തിലോ നിലവിലുണ്ടായിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. മക്കളുടെ നേട്ടത്തെ ഓർത്ത് നിങ്ങൾക്ക് അഭിമാനിക്കുവാനും മനസ്സിൽ സന്തോഷിക്കുവാനുള്ള അവസരവും ഈ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ദൈവിക കാര്യങ്ങൾക്കായി അല്പം സമയം മാറ്റിവെക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അശ്വതി നക്ഷത്രക്കാർ കേതുവിനെയും ഗണപതിയെയും ഭജിക്കുന്നത് ഏറെ ഗുണകരമായ വസ്തുതയാണ്. ആരോഗ്യകാര്യത്തിൽ ഏറെ ശ്രദ്ധ വെക്കേണ്ട ഒരു വർഷമാണ് ഇത്. അതിനാൽ തന്നെ കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ശീലിക്കുക. ജോലിഭാരം വർദ്ധിച്ചേക്കാമെന്നതിനാൽ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദവും നിയന്ത്രിക്കുവാൻ പഠിക്കുക. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായോ ജോലിക്കാര്യങ്ങൾക്കായോ വിദേശത്തോ അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലേക്കോ പോകുവാൻ അവസരം ലഭിക്കുകയും എന്നാൽ അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇവർക്ക് കഠിനമായ പരിശ്രമം തന്നെ വേണ്ടി വന്നേക്കാം. സാമ്പത്തിക നഷ്ടങ്ങളും അതുവഴി മനപ്രയാസങ്ങളും ഉണ്ടാവാതിരിക്കുവാനും ശ്രദ്ധിക്കുക. നിങ്ങൾ വളരെ കാലമായി കാണാതിരുന്ന ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് തെളിയുന്നു. കൂടാതെ വസ്തു, വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു വർഷം തന്നെയാണിത്. കൂടാതെ വീട് പണിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട് പണി തുടങ്ങാൻ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത്തരം തടസ്സങ്ങളൊക്കെ മാറി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പലവിധ മംഗളകർമ്മങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളിൽ നടക്കുവാനും അല്ലെങ്കിൽ അത്തരം കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. യാത്രാവേളകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കാര്യതടസ്സങ്ങൾ നീങ്ങി സാമ്പത്തിക നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. കൂടാതെ ഇത്തരക്കാർക്ക് ഉണ്ടാവുന്ന മുൻകോപങ്ങൾ നിയന്ത്രിക്കുവാനും ശീലിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം ഇത്തരം ദേഷ്യം നിങ്ങളുടെ പല നല്ല സുഹൃത്തുക്കളെയും ബന്ധങ്ങളെയും തകർക്കുവാനും സാധ്യതയുണ്ട്. ജന്മനക്ഷത്ര ദിവസത്തിൽ ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുവാൻ ഏറെ സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക. ശനിയുടെ ദോഷമുള്ളവർ ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കഴിക്കുകയും ശനി സ്തോത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ചകളിൽ ഇവർ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് ഊർജവും ആത്മവിശ്വാസവും നിങ്ങൾക്ക് നൽകും. പലവിധ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയേക്കാമെങ്കിലും 2026 വിഷു നിങ്ങൾക്ക് നൽകുന്നത് മികച്ച ഒരു ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ്. അതിനാൽ നിങ്ങൾക്ക് സ്വതസിദ്ധമായ ഊർജ്ജസ്വലതയും ജോലിയിലെ ഉത്സാഹവും കൈവിടാതെ പ്രവർത്തിക്കുക. പല കാര്യങ്ങളിലും അതിന്റെ ഫലം ലഭിക്കുവാൻ വളരെ കാലതാമസമെടുത്തേക്കാമെങ്കിലും ക്ഷമയോടെ തന്നെ കാത്തിരിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ രണ്ടാമതൊന്നുകൂടെ ചിന്തിച്ചതിന് ശേഷം മാത്രം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. കാരണം സാമ്പത്തിക നഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യതയും ഈ വർഷം ഏറെ കൂടുതലാണ് എന്ന് വേണം കരുതാൻ. ചെറിയ ചില പ്രതിസന്ധികൾ വരുമെങ്കിലും അവയെല്ലാം നിങ്ങളുടെ അനുഭവ സമ്പത്ത് കൂടുതൽ ഊർജിതപ്പെടുത്തുവാൻ മാത്രമാണ് സഹായിക്കുക എന്നുകൂടി മനസ്സിലാക്കുക. ആത്മവിശ്വാസം കൈവിടാതെ ദൈവിക ചിന്തയിൽ തന്നെ മുന്നോട്ട് പോകുക. ചുരുക്കി പറഞ്ഞാൽ ഐശ്വര്യപൂർണമായ ഒരു പുതുവർഷത്തിന്റെ തുടക്കമാണ് ഈ വിഷുക്കാലം കൈനീട്ടമായി നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നന്ദി, നമസ്കാരം.